ഓരോ മനുഷ്യരോടും അവൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവ് അനുസരിച്ച് വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾ പോലും അവർക്ക് തെറ്റായേ തോന്നുകയുള്ളൂ. രക്ഷപ്പെടും, എല്ലാം ശരിയാകും എന്ന് വെറുതെ പറയുന്നതല്ല. രക്ഷപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്തും വിലപ്പെട്ടതായി തോന്നുന്നത് രണ്ട് സമയങ്ങളിൽ മാത്രമാണ്. അത് ലഭിക്കുന്നതിന് മുൻപും നഷ്ടപ്പെട്ടതിന് ശേഷവും. ചില അനുഭവങ്ങൾ ചില സമയത്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിക്കുന്നതാണ് തോൽവിയുടെ ആദ്യ തുടക്കം. നമ്മൾ ആരെയും പ്രതീക്ഷിക്കാതെ സ്വന്തമായി ജീവിച്ചു തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ സന്തോഷങ്ങളുടെ വില അറിയണമെങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്താൽ മനസ്സിലാകും. ഭയത്തെ കീഴടക്കുകയും സ്വന്തം കഴിവ് കണ്ടെത്തി പ്രവർത്തിക്കുമ്പോഴാണ് ഒരാളുടെ വിജയം തുടങ്ങുന്നത്. ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവർ ആരും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. സ്വന്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എല്ലാവർക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യവുമില്ല. സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടിച്ചേരുമ്പോഴാണ് ആ നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈപിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് നിങ്ങളുടെ കുടുംബം. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. മധുരമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എല്ലായ്പ്പോഴും മധുരമുള്ളതല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് എപ്പോഴും പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തണം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിൻ്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമയ്ക്കു പകരം ക്ഷമ മാത്രമേ ഉള്ളൂ. ക്ഷമ തോൽക്കുന്നിടത്ത് പരാജയവും ടെൻഷനും കൂടെപ്പിറപ്പായി ഉണ്ടാവും എന്ന തത്വം മറക്കാതിരിക്കുക. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ. ലോകം എത്ര മാറിയാലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. ഒരു നാൾ മറ്റൊരാളുടെ കൈകളിൽ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം.